ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ സഖാവ് ടി കെ ഗോവിന്ദൻ, അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം ഉയർത്തിവിട്ട പ്രതിസന്ധി വലിയ അനുരണനങ്ങൾ സംസ്ഥാനത്തെ CPM-നകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ജനസമ്മതിയുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് സഖാവ് ടി കെ ഗോവിന്ദൻ. മലപ്പട്ടം എന്ന് പറയുന്ന പാർട്ടി ഗ്രാമത്തിൽ നിന്നാണ് അദ്ദേഹം പാർട്ടി പ്രവർത്തനം ആരംഭിച്ചത്. 10-60 വർഷക്കാലത്തെ പാർട്ടി പ്രവർത്തനത്തിനിടയിൽ അദ്ദേഹം MLA ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ചില്ലറ നഷ്ടത്തിലേക്ക് ഓടിക്കൊണ്ടിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ ചുമതലയിൽ അദ്ദേഹം വന്നു എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹം ഒരു അധികാര സ്ഥാനത്തും എത്തിയിട്ടില്ല. അദ്ദേഹം MLA ആയിട്ടില്ല, അദ്ദേഹം മന്ത്രിയായിട്ടില്ല. അദ്ദേഹം എത്തിയത് ജില്ലാ സെക്രട്ടേറിയറ്റ് വരെയാണ്. പക്ഷേ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ജനസമിതിയുള്ള CPM നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീമാൻ ടി കെ ഗോവിന്ദൻ. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പത്രസമ്മേളനം നടത്തി തൻ്റെ 60 വർഷത്തെ തൻ്റെ പാർട്ടി ജീവിതം താൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുകയും തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയ്ക്കെതിരായി താൻ ഒരു വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോവുകയാണെന്ന് പറയുകയും UDF തന്നെ പിന്തുണച്ചാൽ ആ പിന്തുണ താൻ സ്വീകരിക്കുമെന്ന് പറയുകയും ചെയ്തത് വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കും. അദ്ദേഹം 2 മണിക്കൂർ പത്രസമ്മേളനത്തിൽ പറഞ്ഞ വിശദാംശങ്ങൾ സംബന്ധിച്ച് വിശദമായിട്ടൊന്നും ഞാൻ മുന്നോട്ട് പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അദ്ദേഹം ഗോവിന്ദൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിഷയങ്ങൾ, PK ശ്യാമളയുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, MV ഗോവിന്ദനുമായി ബന്ധപ്പെട്ട അഴിമതി വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ വസ്തുനിഷ്ഠമായും വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയും അവതരിപ്പിച്ചത് കണ്ണൂരിലെ പാർട്ടിയെ ആകെ അടിമുടി ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ അതിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആ ഞെട്ടൽ യഥാർത്ഥത്തിൽ കണ്ണൂരിൽ മാത്രമല്ല നിൽക്കുന്നത്, തിരുവനന്തപുരം വരെ ആ ഞെട്ടലിൻ്റെ അനുരണനങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂരിൽ നിന്ന് ഇതുപോലെ ടി കെ ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഇങ്ങനെ പരസ്യമായി വന്ന് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പത്രസമ്മേളനം നടത്തി പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പോട്ടെ, ഒരു പാർട്ടി അംഗം പോലും, ഒരു പാർട്ടി ബ്രാഞ്ച് മെമ്പർ പോലും ഇതുപോലെ പരസ്യമായി വന്നു നിന്ന് പാർട്ടിക്കെതിരെ ഇങ്ങനെ പറയുന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട്. അടുത്ത കാലത്ത് വി കുഞ്ഞികൃഷ്ണൻ വന്നത് ഒരു പ്രത്യേക സാഹചര്യമായി മാറ്റി നിർത്തിയാൽ കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കെതിരെ ഇതുപോലെ പരസ്യമായി വെല്ലുവിളി ഉയർത്തിക്കൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകും എന്നൊക്കെ പറയുന്നൊരു സംഭവം ഒരു പാർട്ടി മെമ്പർ പോലും അങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടില്ല. അത്രയ്ക്ക് ഈ പറഞ്ഞതുപോലെ കെട്ടുറപ്പുള്ള ഒരു പാർട്ടിയായിട്ടാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ നമ്മൾ കണ്ടിട്ടുള്ളത്. ചില പൊട്ടലും ചീറ്റിലും ഒക്കെ എവിടെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതൊന്നും ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് നമ്മൾ പോകാറില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള പാർട്ടി സഹാക്കളാണെങ്കിൽ അവരിങ്ങനെ അവരുടെ ഒരു രാഷ്ട്രീയ മരണം സംഭവിക്കുകയാണ് സാധാരണ ചെയ്യാറ്. ഇപ്പോൾ CKP പത്മനാഭൻ എന്ന് പറയുന്ന പഴയ തളിപ്പറമ്പ് MLA ഉണ്ട്. അദ്ദേഹത്തിന് പാർട്ടിയുമായിട്ട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ജീവച്ഛവം പോലെ ഇപ്പോൾ ജീവിക്കുകയാണ്. അപ്പോൾ പാർട്ടിയിൽ നടപടി നേരിട്ടവരൊക്കെ അങ്ങ് അവരുടെ രാഷ്ട്രീയം അവസാനിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ ജില്ലയിലാണ് ഈ കഴിഞ്ഞ ദിവസം ആ ജില്ലയിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു നേതാവ് പരസ്യമായി 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പത്രസമ്മേളനം നടത്തി താൻ ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് മാത്രമല്ല താൻ മത്സരിക്കാൻ പോവുകയാണെന്നും തനിക്ക് UDF-ന്റെ പിന്തുണ കിട്ടിയാൽ താൻ സ്വീകരിക്കും എന്നും പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഞെട്ടലാണ് ഉളവാക്കിയത്. അപ്പോൾ സ്വാഭാവികമായും അതങ്ങനെ സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കില്ലേ സുഹൃത്തുക്കളെ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാർട്ടിയിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാവായിട്ട് ടി കെ ഗോവിന്ദൻ ഒരു ഒറ്റയാനായി വന്ന് ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിയതാണ് ഈ പത്രസമ്മേളനം എന്ന് വിശ്വസിക്കുക വയ്യ. അപ്പം സ്വാഭാവികമായും അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കുന്നുണ്ടോ? പിന്തുണ ലഭിക്കുകയാണെങ്കിൽ അത് എവിടുന്നാണ്, അത് പാർട്ടിയിലെ ഏത് കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്നൊക്കെ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടി വരില്ലേ സുഹൃത്തുക്കളെ? അത് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് MV ഗോവിന്ദനെതിരായിട്ടാണ് ടി കെ ഗോവിന്ദൻ തൻ്റെ പോർമുഖം തുറന്നിരിക്കുന്നത് എന്നുള്ളതാണ്. MV ഗോവിന്ദനുമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള എതിർപ്പിനെ തുറന്നിട്ടാണ് താൻ ഈ നടപടിയിലേക്ക് പോയിരിക്കുന്നത് എന്നാണല്ലോ ടി കെ ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും തൻ്റെ ശത്രുപക്ഷത്തുള്ളത് MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് എന്നത് വ്യക്തമാകും.
സ്വാഭാവികമായും എം വി ഗോവിന്ദനെതിരായിട്ടാണ് തൻ്റെ പോർമുഖം തുറക്കുന്നത് എന്ന് ടി കെ ഗോവിന്ദൻ പറയുമ്പോൾ ആരെത്ര നിഷേധിച്ചാലും ടി കെ ഗോവിന്ദന് ഇ പി ജയരാജന്റെ പിന്തുണയുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഇ പി ജയരാജനൊക്കെ വന്ന് എത്ര ആണയിട്ട് നിഷേധിച്ചാലും എം വി ഗോവിന്ദനെതിരായി പരസ്യമായി ടി കെ ഗോവിന്ദൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇ പി ജയരാജന് പിന്നെ എം പി ടി കെ ഗോവിന്ദന് ഇ പി ജയരാജൻ പിന്തുണ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. കാരണം 3-4 വർഷങ്ങൾക്ക് മുമ്പ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ ചുമതലയേറ്റ ദിവസം മുതൽ ഇന്ത്യ നിമിഷം വരെ അതിശക്തമായ എതിർപ്പ് എം വി ഗോവിന്ദനോട് ഉയർത്തി നിൽക്കുന്ന ഒരു നേതാവാണ് ഇ പി ജയരാജൻ. ഞാൻ അതിനെക്കുറിച്ച് ഒന്നിലധികം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ഇ പി ജയരാജൻ പാർട്ടി പ്രവർത്തനങ്ങളിൽ പോലും പിന്നെ വളരെ കുറച്ചേ പങ്കെടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഇ പി ജയരാജൻ ഏതാണ്ട് തീർത്തും നിർജ്ജീവമാണെന്ന് പറഞ്ഞാൽ പോലും അത്ഭുതമില്ല. അത് ഇ പി ജയരാജന് എം വി ഗോവിന്ദനോടുള്ള തർക്കം കൊണ്ടാണ് എന്നുള്ളത് അവിടെ പാർട്ടിയിലൊക്കെ പാട്ടാണ്. അപ്പോൾ ടി കെ ഗോവിന്ദന് ഇ പി ജയരാജന്റെ പിന്തുണ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി ടി കെ ഗോവിന്ദൻ പത്രസമ്മേളനത്തിനിടെ പറയുകയും ചെയ്തു എന്താണ്, തൻ്റെ ഈ എതിർപ്പ് മുഴുവൻ താൻ ഇ പി ജയരാജനോട് മണിക്കൂറുകളെടുത്ത് പറഞ്ഞുവെന്നും ഇ പി ജയരാജൻ തൻ്റെ എതിർപ്പുകളെ ഒന്നും നിഷേധിച്ചില്ല എന്നും വളരെ വ്യക്തമായി ടി കെ ഗോവിന്ദൻ തൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഒന്ന്, അപ്പോൾ ടി കെ ഗോവിന്ദന് ഇ പി ജയരാജൻ്റെ പിന്തുണയുണ്ടെന്ന് വ്യക്തം. രണ്ട് ടി കെ ഗോവിന്ദൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. എന്താണ്, പി ജയരാജനെ ഒതുക്കി എന്ന് ടി കെ ഗോവിന്ദൻ പറഞ്ഞു. പി ജയരാജനെ വടകര തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ പി ജയരാജൻ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ വടകരയിൽ മത്സരിച്ച് തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല തിരിച്ചു കൊടുത്തില്ല. അതേസമയം അതേ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ച് തോറ്റ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്ന വാസവന് തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുത്തു. അപ്പം ആ നിലയിൽ പി ജയരാജന്റെ പിന്തുണയും തനിക്ക് പരോക്ഷമായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് പി ജയരാജനെയും പാർട്ടി ഒതുക്കി എന്ന് പറഞ്ഞതിലൂടെ ടി കെ ഗോവിന്ദൻ ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് പിന്നെ പാറയിൽ സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പൊതുയോഗത്തിൽ ഈ പ്രശ്നം പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് നടപടിയെടുത്ത് അവസാനിപ്പിക്കും എന്ന് പി ജയരാജൻ പറഞ്ഞുവെന്നും ആ പറഞ്ഞത് വഴി പി ജയരാജൻ എം വി ഗോവിന്ദന്റെ കണ്ണിലെ കരടായി മാറിയെന്നും തുടർന്ന് പി ജയരാജൻ ഒതുക്കപ്പെട്ടു എന്നും ടി കെ ഗോവിന്ദൻ പറയുന്നു. അപ്പോൾ ടി കെ ഗോവിന്ദന് പിന്തുണ കിട്ടുന്ന രണ്ടാമത്തെ കേന്ദ്രം പി ജയരാജനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഈ പി ജയരാജൻ. ഇനി അതുകൂടാതെ അദ്ദേഹം ടി കെ ഗോവിന്ദൻ തന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ വേറൊരു കാര്യം എന്താ, കെ ശൈലജയെ ഒതുക്കി. കെ ശൈലജയെ വേണമെങ്കിൽ പിന്നെ മട്ടന്നൂരിൽ മത്സരിപ്പിക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ട് മത്സരിപ്പിച്ചില്ല എന്ന് അയാൾ ചോദിച്ചു. കെ ശൈലജയെ മട്ടന്നൂരിൽ മത്സരിപ്പിക്കാതെ തോക്കുന്ന സീറ്റിലേക്ക് കെ ശൈലജയെ കൊണ്ട് നിർത്തി എന്ന് പറയുമ്പോൾ കെ ശൈലജയെയും ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പിന്നെ ടി കെ ഗോവിന്ദൻ പറഞ്ഞു. അപ്പം വളരെ വ്യക്തമാണ് ടി കെ ഗോവിന്ദന്റെ പത്രസമ്മേളനത്തിൽ നിന്ന് വരുന്ന സന്ദേശം. അതായത് താൻ ഒറ്റയ്ക്കല്ല ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്, തനിക്ക് പാർട്ടിയിൽ നിന്ന് തന്നെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് തന്നെ പിന്തുണയുണ്ട്. അണികളുടെ കാര്യത്തിലേക്ക് ഞാൻ വരാം. നേതൃത്വത്തിൽ നിന്ന് ചുരുങ്ങിയത് 3 പേരുടെയെങ്കിലും പിന്തുണ തനിക്കുണ്ട് എന്ന് ടി കെ ഗോവിന്ദന്റെ പത്രസമ്മേളനം സുസൂക്ഷ്മം വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും. അതൊന്ന് ഇ പി ജയരാജൻ, ഒന്ന് പി ജയരാജൻ, ഒന്ന് കെ ശൈലജ. ഇവരുടെ 3 പേരുടെയും പിന്തുണ നേതൃത്വ തലത്തിൽ നിന്ന് ഉണ്ട് എന്നുള്ളത് വ്യക്തം. അത് കൂടാതെ വേറെയും ഉണ്ട്. ഇപ്പോൾ ടി കെ ഗോവിന്ദൻ പറഞ്ഞു പി കെ ശ്യാമളയുടെ വിഷയം ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തപ്പോഴത്തേക്കും 3 പേരെ വെച്ച് ബാക്കി എല്ലാവരും എതിർത്തു എന്നാണ് ടി കെ ഗോവിന്ദൻ പറഞ്ഞത്. അപ്പോൾ പാർട്ടിയിലെ ഭൂരിപക്ഷം ആളുകളും ഈ പി കെ ശ്യാമളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നോടൊപ്പമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ ഇത് ചർച്ച ചെയ്തപ്പോഴും 2-3 ആളുകൾ മാത്രമാണ് അനുകൂലിച്ചത്, ബാക്കിയുള്ളവർ മുഴുവൻ എതിരായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വരുമ്പോൾ നേതൃത്വത്തിലെ ബഹുഭൂരിപക്ഷം പേരും ഇത്തരം വിഷയങ്ങളിൽ ടി കെ ഗോവിന്ദനെ പിന്തുണയ്ക്കുകയാണ് എന്ന് നമ്മൾ പറയേണ്ടി. അതാണ് നേതൃത്വത്തിൻ്റെ അവസ്ഥ. ഇനി അണികളുടെ അവസ്ഥ എടുത്ത് നോക്കിയാലോ, ഒരു സംശയവും വേണ്ട, കണ്ണൂർ ജില്ലയിലെ ബഹുഭൂരിപക്ഷം അണികളും ഈ ടി കെ ഗോവിന്ദൻ ഉന്നയിച്ച വിഷയത്തിനോടൊപ്പമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ടി കെ ഗോവിന്ദൻ ഈ സമരത്തിൽ ഒറ്റയ്ക്കല്ല എന്നുള്ളത് വ്യക്തം. ടി കെ ഗോവിന്ദന് നേതൃത്വത്തിൽ നിന്ന് തന്നെ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ 10 ഇരട്ടി വലിയ പിന്തുണ
ടി കെ ഗോവിന്ദന് കണ്ണൂർ ജില്ലയിലെ പാർട്ടി അണികളിൽ നിന്നും പിന്നെ അനുഭാവികളിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും.